നല്ല കുത്തരിയുടെ ചൂട് കഞ്ഞിയാണ്. അതും ഇങ്ങനെ മൺപാത്രത്തിലാണ്. കഞ്ഞിക്ക് ഇന്ന് കൂട്ടാൻ ഇപ്പോൾ ചക്കയാണ്. അത് ചക്ക പുഴുക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാന്താരിമുളകൊക്കെ ചേർത്ത്. പിന്നെ അവസാനം കുറച്ച് തേങ്ങയും കൂടെ കടുവറുത്തിടുന്ന കൂടെ ഇടുന്നുണ്ട്. ഇനി അച്ചാറും ചമ്മന്തികളൊക്കെ വേറെയുണ്ട്. മൺപാത്രത്തിൽ നല്ല ചൂട് കുത്തരിൻ്റെ കഞ്ഞിയും ചക്കപ്പുഴുക്കും ചമ്മന്തിയും ഒക്കെ ആയിട്ട് 50 രൂപയുള്ളൂ കേട്ടോ ഇങ്ങനെ ഇത്രയത്തിന്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. ഇവിടെ കോന്നി വകയാറ് കൊല്ലൻപടി എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. അപ്പോൾ ഇവിടെ കർഷക കഫേ എന്ന് പറഞ്ഞിട്ട് വളരെ വ്യത്യസ്തമായ രുചി വിളമ്പുന്ന ഒരിടം. കാരണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. നമ്മുടെ പഴയകാല രുചികളായിട്ടുള്ള കപ്പയും ചേമ്പും കാച്ചിലും ഒക്കെ പുഴുങ്ങിയതും ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും കഞ്ഞിയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, ഇതൊന്നും ചന്തയിൽ നിന്ന് എടുക്കുന്നതല്ല. ഇവിടെ തന്നെയുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഏത്തക്കായും ചേനും ചേമ്പയും കാച്ചിലും കാന്താരിമുളക് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും. ഒപ്പം ഇതൊക്കെ വേവിച്ച ആഹാരവും കിട്ടും. കുമ്പിളപ്പം, ചക്കയട, ഇലയട, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ഭക്ഷണ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു വരുന്ന സാധനമാണ് കൂട്ടുപുഴുക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ചേനയുണ്ട്, ഏത്തക്കായുണ്ട്, ചേമ്പ്, കാച്ചിൽ, കപ്പ, ഇങ്ങനെ പല പല സാധനങ്ങൾ ചേർത്ത് പുഴുങ്ങി വയ്ക്കും. അപ്പോൾ ഇതെല്ലാം കൂടി കൊടുക്കുക. ഇതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തിയൊക്കെ കാണും. കഞ്ഞി ഞങ്ങൾ 8 മണിക്ക് തുറക്കും. 10:30 ആവും എല്ലാം റെഡിയായി വരുമ്പോഴത്തേന്. പുഴുക്കും കഞ്ഞിയും എല്ലാം കൂടെ റെഡിയാവും. എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് 10:30 ആവും സമയം. അപ്പോൾ നമുക്ക് എത്ര പൈസക്കാണ് കൊടുക്കുന്നത്? പുഴുക്ക് കൂട്ടുപുഴുക്കിന് 50 രൂപ, കഞ്ഞി അതിൻ്റെ കറി ആയിട്ട് കൊടുക്കുമ്പോൾ അതിന് 50 രൂപ. അല്ലാതെ വേറെ എന്നൊക്കെയാ ഉള്ളത്? ഇവിടെ ചക്കപ്പഴം വെച്ചുള്ള വയണയിലപ്പം, പിന്നെ ഇലയട, ഏത്തയ്ക്കാപ്പം, പിന്നെ പഴംപൊരി, അങ്ങനത്തെ പഴംപൊരി ഉണ്ട്. പിന്നെ പായസം ഇടയ്ക്കൊക്കെ വെക്കും. ഇതൊക്കെ തന്നെ നമ്മള് പച്ചക്കറികളൊക്കെ ഇവിടെ എത്തിക്കുന്നതാണ്, കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നതാണ്. അത് തന്നെ ഇവിടെ പാകം ചെയ്ത് ഞങ്ങൾ കൊടുക്കുക. ഇതിപ്പോ എത്ര നാളായി? ഇത് ചിങ്ങ 1-ന് തുടങ്ങിയതാണ്. എങ്ങനെയാ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വന്നേ? ഞങ്ങൾ വന്നത് ഞങ്ങളുടെ കൃഷി ഭവനിലെ നസീറ ബീഗം എന്ന് പറഞ്ഞ കൃഷി ഓഫീസറാണ്. സാറിൻ്റെ ഒരു ഐഡിയ ആണ് കർഷകർക്ക് ഒരു വിപണി കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളോട് കൂടി ആലോചിച്ചു. ഞങ്ങൾ 9 പേരുണ്ട് ഈ ഗ്രൂപ്പിൽ. അപ്പം ഞാനും പ്രിയങ്കയാണ് ഇവിടെ, അപ്പുറത്ത് ഹണി. ഞങ്ങൾ 3 പേര് ഇവിടുത്തെ സ്റ്റാഫാണ്. ബാക്കി 6 പേര് പുറത്തുനിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. ശേഖരിക്കാനും അല്ലാതെ വെളിയിൽ നിന്നുള്ള കാര്യത്തിനെല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ കൃഷി ഓഫീസർ ഞങ്ങളുടെ മെയിൻ ഇതിൻ്റെ ആളാണ്. മാഡത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് ഉണ്ടായത്. പിന്നെ പഞ്ചായത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട്. പ്രസിഡൻ്റൊക്കെ ഇതിനെ നല്ല രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ എങ്ങനെയാ? എല്ലാവർക്കും നല്ല സന്തോഷമാണ്. എങ്ങും കിട്ടാത്ത ഒരു അനുഭവമാണ് എല്ലാവരും പറയുന്നത്. കഴിക്കാൻ ആള് വരുന്നൊക്കെ ഇഷ്ടം പോലെ. ഉച്ച സമയത്തൊക്കെ നല്ല തിരക്കാവുന്നുണ്ട്. ഞാനപ്പോൾ ഈ പുഴുങ്ങിയ സാധനങ്ങളൊക്കെ കൂടി എടുത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ 3-4 കൂട്ടം ചമ്മന്തി, അച്ചാറെല്ലാം കൂടി ആയിട്ടോ കിട്ടണം. ഇതിനകത്ത് ഏത്തക്കായുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്, കപ്പയുണ്ട്. ശരിക്കും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു പ്രധാന ഭക്ഷണം. നമ്മളെന്ന് വെച്ചാൽ ഒരു 20 വർഷം മുമ്പത്തെ തലമുറയൊക്കെ ആ വളർന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, അവരൊക്കെ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളായിരുന്നു. അന്നൊന്നും ആർക്കും ഗ്യാസും ഇല്ല, അസിഡിറ്റിയും ഇല്ല, അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ കപ്പയൊക്കെ തിന്നുമ്പോൾ അയ്യോ ഗ്യാസിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നിത്യേന കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ നമ്മളെ ജീവിതത്തിൽ നിന്ന് അത് പോയി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും അല്ലേ, പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വന്നപ്പോൾ. അപ്പോൾ നല്ല ആഹാരം. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇത് മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതല്ല, നേരിട്ട് കർഷകർ ഇവിടെ എത്തിച്ചു കൊടുക്കുക. അതെ, നല്ല വെന്ത കപ്പയും ചേനയൊക്കെ കണ്ടോ, എന്നാ എന്ത് പൊടിഞ്ഞായിരിക്കണേ നോക്കി. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, ഏറ്റവും നാടൻ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി ശരിക്കും ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയുവാണെങ്കിൽ ഇതൊക്കെ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇവർക്ക് ശരിക്കും കൃഷിഭവൻ്റെ ഒരു ഇതും കൂടിയുണ്ട് അല്ലേ, കൃഷിഭവൻ്റെ ഒരു സപ്പോർട്ടിൽ അവർ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ സ്ഥലത്തും തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. കാന്താരിമുളകും തേങ്ങയും കൂടെ ചേർത്ത ചമ്മന്തി കേട്ടോ. സൂപ്പർ. ഇത് ഏത്തക്കായ, നമ്മളെ പച്ച ഏത്തക്കായ ഉണ്ടല്ലോ, അത് പുഴുങ്ങിയതാണ്. പുഴുങ്ങിയത് ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ ഇത് നമ്മൾ ചുട്ട് കഴിക്കുമായിരുന്നു നേരത്തെയൊക്കെ. കണ്ടോ, ഇപ്പോഴും പഴമല്ല എപ്പോഴും കഴിക്കണേ. ഇതൊരു വെറൈറ്റി ആയിട്ട്. വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ടുള്ളൂ, പക്ഷെ അതിന് വരെ എന്നാ സ്വാദാ. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ അത് ഇവരിവിടെ പാകം ചെയ്ത് ഇതുപോലെ കൊടുക്കും. ഒരു 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. പാഴ്സലായിട്ടും മേടിച്ചുകൊണ്ട് പോകാം.
അല്ലാതെ ഇവർ പൊതിച്ചോറും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിവിടെ കഴിക്കാനുള്ള സൗകര്യം പൊതിച്ചോറ് മേടിച്ചിട്ടോ. പിന്നെ ഇനി വെറൈറ്റി ആയിട്ട് വേറൊരു സംഗതി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ചക്കയും ചക്കപ്പുഴുക്കും കഞ്ഞിയും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ചിലപ്പോൾ ചക്ക കിട്ടിയാൽ ചക്ക, അല്ലെങ്കിൽ വേറെ അതുപോലെ കപ്പയോ കാച്ചിലോ എന്തെങ്കിലുമൊക്കെ. ഇത് കൂട്ടുപുഴുക്കിൻ്റെ കൂടെ കൊടുക്കണ ഉണക്കമീനാണേ. കഞ്ഞിയും ചക്കപ്പുഴുക്കും. ചക്കപ്പുഴുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു സാധനം വേറെ ഇല്ല. ഞാൻ രാവിലെ വന്നപ്പോഴേ ചേച്ചി ഇവിടെ ചക്ക ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു, എന്നാലും ഇവിടെ ഇപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ട്. അതും കാന്താരി മുളകൊക്കെ അരച്ച ചക്കപ്പുഴുക്കാന്ന്, തേങ്ങയും ജീരകവും. ഇതുപോലെ ഉണ്ടല്ലോ, ഈ നാടൻ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ, ഇവിടുന്നവർക്കാണെങ്കിൽ ഏറ്റവും പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ ഈ അടുത്തൊക്കെ ഉള്ളവരെ ചിലപ്പോൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാനത് ഈ കഫേ എന്നുള്ള പേരൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചേ ഇതിന് ഇങ്ങനെ എന്തെങ്കിലും ആണോ എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ പേരിലല്ല കാര്യം, ഇതെല്ലാം തനി നാടൻ. മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നാൽ കേട്ടോട്ടെ. ഏറ്റവും നാടനായിട്ടുള്ളത്, വിഷം രഹിതമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഹണി കോള എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഇവിടുത്തെ തന്നെ തേനീച്ച കർഷകരുടെ കയ്യിൽ നിന്ന് തേൻ ശേഖരിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. വെള്ളം, ഇഞ്ചിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേരുന്നുണ്ട്. ഇഞ്ചി കറുവാപ്പട്ടയാന്ന് തോന്നുന്നു. അപ്പോൾ അതേ നല്ലൊരു ചുക്ക് കാപ്പി ഉണ്ട്. ഇത് ശരിക്കും ആ പുഴുക്കിൻ്റെ കൂടെ ഇറങ്ങി കഴിക്കേണ്ടത്. കപ്പയും ചേമ്പും ഒക്കെ പുഴുങ്ങിയത്, കാന്താരി ചമ്മന്തിയും ഒരു ചുക്ക് കാപ്പിയും കൂടെ കുടിക്കുവാണെങ്കിൽ നല്ല രസമാണ്. കുടിച്ചോട്ടെ. എനിക്കാണെങ്കിൽ തൊണ്ടയ്ക്ക് നല്ല കിച്ചൊക്കെ വന്നു. കാരണം ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴ, ചില സമയത്ത് ഭയങ്കര വെയിൽ, വേറൊരു ക്ലൈമറ്റ്. നമ്മൾ താമസിച്ച അവിടെയാണെങ്കിലും നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എനിക്ക് മൊത്തത്തിൽ അത് ഇഷ്ടപ്പെട്ടു. പത്തനംതിട്ടയുടെ ഒരു ഭക്ഷണ രീതിയും ക്ലൈമറ്റും പിന്നെ ആളുകളുടെ ഒരു പെരുമാറ്റം ഭയങ്കര സ്നേഹസമ്പന്നരാണ് കേട്ടോ. അപ്പോൾ ഇടപെട്ടോടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കർഷക കഫേയുടെ കോൺടാക്ട് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് നോക്കണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഓർഡർ, ചെറിയ രീതിയിലൊക്കെ ഓർഡറൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഊണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പൊതിച്ചോറ് കൂടി ഉണ്ട്. ഇന്നിപ്പോൾ കാണിക്കാൻ വേണ്ടിയില്ല, ഞങ്ങൾ വന്നപ്പോഴേക്കും എല്ലാം തീർന്നു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതിനകത്ത് മറന്നുപോയൊരു കാര്യം, സോറി, നമ്മുടെ ഈ വീഡിയോ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞു തന്നത് ഫേസ്ബുക്കിൽ വന്നൊരു മെസ്സേജാണ്. ശ്രീകല അജിത്ത് എന്നാണ് പേര്. അപ്പോൾ ഒരുപാട് നന്ദി. ഇനിയും പുതിയ കാഴ്ചകളുമായിട്ട് വരാം.